ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ഒക്ടോബർ മാസ ഫലമാണ്. അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഏത് വിധേനയും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഭാഗ്യം വന്നിരിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അതായത് ഭാഗ്യസ്ഥാനത്ത് ത്രികോണ സ്ഥാനത്താണല്ലോ ഇപ്പം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ഒക്കെ വളരെ നല്ല ഒരു അനുകൂല സമയമാണ്. അത് വക്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം, സുഖസ്ഥാനവും കൂടി ദൈവാധീനം വന്നു ചേരുന്നു. അതായത് മാതാവിനും സുഹൃത്തുക്കൾ കൊണ്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ല ഒരു പേരും പെരുമയും പ്രശസ്തിയും അഭിനന്ദനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ വിജയങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. അതായത് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ, രാജയോഗകാരകനായ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് സ്ഥിതി ചെയ്യുന്ന മാസവും കൂടിയാണ് ഈ ഒക്ടോബർ മാസം. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ സന്താന കാര്യങ്ങൾ ദീർഘകാലമായിട്ട് സന്താനങ്ങളിൽ നിന്നൊക്കെ അകന്നു കഴിയുകയോ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം മാതാപിതാക്കൾക്ക് സന്താനങ്ങളിൽ നിന്ന് ചില സന്തോഷ അനുഭവങ്ങൾ വന്നിച്ച്, അതായത് പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടാതെയോ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെയോ ഒക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ നക്ഷത്രക്കാരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ പരീക്ഷകൾ പാസ്സാകുന്നതിന്, ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് പാസ്സാകുന്നതിനും ജോലി കരസ്ഥമാക്കുന്നതിനുമൊക്കെയുള്ള യോഗമാണ് ഉള്ളത്. മാതാപിതാക്കളുടെ ഭാഗ്യം മക്കൾക്കും ഉണ്ടാകുമല്ലോ. അതുപോലെ ധൈര്യവും വീര്യവും ഒക്കെ ഒരു അല്പം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. യുവാക്കളായാലും യൗവനയുക്തരായാലും ഒക്കെ വളരെ നല്ല കാലം. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകാം. അതുപോലെ തന്നെയാണ് പ്രധാനമായിട്ട് അഭീഷ്ട കാര്യങ്ങളുടെ സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപന്റെ സ്ഥിതിയും ഒക്കെ നല്ലതാണ്. എന്നിരുന്നാലും ഭൂമി സംബന്ധമായിട്ട് അധികം കടങ്ങൾ വന്നു ചേരാതെ നോക്കണം. നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ എഗ്രിമെന്റ് പേപ്പറുകളിലൊക്കെ ഒപ്പുവെക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അതായത് കോടതി മുഖാന്തരമോ മറ്റ് ഒക്കെ കേസ് വരത്തക്ക രീതിയിലുള്ള പണയപ്പെടുത്തുകയോ വസ്തു പണയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. എന്നിരുന്നാലും കഫസംബന്ധമായ ചില അസുഖങ്ങളൊക്കെ സൂചകമാണ്. അതായത് ഏഴര ശനി പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വളരെ തണുപ്പടിക്കാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തെ സമാധാനം, വസ്തുവും അല്ലെങ്കിൽ ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. വീട് പുതുക്കിപ്പണിയുന്നതിനോ. ശത്രുക്കൾ നിഷ്പ്രഭരാകും. ശത്രുക്കളെ വിജയിക്കുന്ന ഒരു സന്ദർഭമാണ്. സൈന്യാധിപൻ കൂടിയായ ചൊവ്വ അത് വളരെ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ ശത്രുക്കളൊക്കെ എതിരിടാൻ വന്നാൽ ഈ മാസം പരാജയപ്പെട്ടു. ശത്രുക്കളെ വിജയിക്കുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടും ദീർഘകാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായിട്ട് ബന്ധു സമാഗമം വന്നു ചേർന്ന് സുഖ സന്തോഷത്തോടുകൂടി ഈ ജീവിക്കുന്നതിനും മേലധികാരികളിൽ നിന്ന് പിണങ്ങി നിന്ന മേലധികാരികളായാലും അവരിൽ നിന്നൊക്കെ ഒരു സഹായങ്ങളും അതുപോലെ തന്നെ ഒരു അംഗീകാരവും ഒക്കെ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ നല്ലതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിഷയം എന്താണെന്നാൽ അതുകൂടി അവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. വിവാഹ പൊരുത്തം നോക്കുന്നതിനായാലും വിവാഹ തടസ്സം നോക്കുന്നതിനായാലും ഗൃഹസംബന്ധമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ നോക്കുന്നതിന്, ജാതകം നോക്കുന്നതിനും ഒക്കെ നേരിട്ടോ ഓൺലൈനായിട്ടും ഒക്കെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനി ഭഗവാന് വഴിപാടുകൾ നടത്തുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക,
പ്രാർത്ഥിക്കുക. എല്ലാവിധ ഉയർച്ചകളും വന്നു ഭവിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.